ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനായി കറണ്ട് അഫയേഴ്സിൻ്റെ ടോപ്പിക് വൈസ് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. അതിൽ ഉൾപ്പെടുത്താത്ത ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒക്ടോബർ മാസത്തിലെ നമ്മുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. AITUC രൂപം കൊണ്ടതിൻ്റെ എത്രാം വാർഷികമാണ് 2020 ഒക്ടോബറിൽ ആഘോഷിച്ചത്? 100ാമത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അഥവാ AITUC. 1920 ഒക്ടോബർ 31 മുംബൈയിലാണ് സംഘടന രൂപം കൊണ്ടത്. ആദ്യ പ്രസിഡന്റ് ലാല ലജ്പത് റായ് ആയിരുന്നു. ട്രേഡ് യൂണിയൻ റെക്കോർഡ് ഈ സംഘടനയുടെ പ്രസിദ്ധീകരണമാണ്. ശുക്രനെക്കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ദൗത്യം ഏതു വർഷമാണ് ആരംഭിക്കുന്നത്? 2025. ഫ്രാൻസ് പങ്കാളിയായ ദൗത്യത്തെപ്പറ്റി ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNES നാഷണൽ സെന്റർ ഫോർ സ്പേസ് സ്റ്റഡീസ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2022 മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ഗഗൻയാനു വേണ്ടിയും ഇന്ത്യയും ഫ്രാൻസും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ജെയിംസ് ബോണ്ടിനെ ആദ്യമായി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് സ്കോട്ടിഷ് നടൻ ഷോൺ കോണറി 2020 ഒക്ടോബർ 31 90ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ബ്രിട്ടീഷ് നോവലിസ്റ്റായ ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ച കഥാപാത്രമാണ് ജെയിംസ് ബോണ്ട്. ഇന്ത്യയും USA-യും ഒക്ടോബർ 27 ന്യൂഡൽഹിയിൽ ഒപ്പുവച്ച സൈനിക കരാർ ബെക്ക ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോപ്പറേഷൻ എഗ്രിമെന്റ് ഉന്നത സൈനിക സാങ്കേതിക വിദ്യകളും വ്യോമ ഭൗമ ഭൂപടങ്ങളും സൈനിക ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മ വിവരങ്ങളും പരസ്പരം കൈമാറുന്ന ഉടമ്പടിയാണിത്. പ്രതിരോധ രംഗത്തെ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്ന 4ാമത്തെ കരാറാണ് ബെക്ക. വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പറത്താവുന്ന നൂതന ഇരട്ട എഞ്ചിനുള്ള F-18 സൂപ്പർ ഹോണറ്റ് വിമാനങ്ങളും ഉടമ്പടി പ്രകാരം US ഇന്ത്യക്ക് നൽകും. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഫുട്ബോളർ എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് എസൽഡിൻ ബഹാദർ. 74ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ റെക്കോർഡ് നേടിയത്. കോവിഡ് നിർണയത്തിൽ RT-PCR തുല്യമായി ICMR നിർദ്ദേശിച്ച പരിശോധനയുടെ പേര് ഫെലൂദ പേപ്പർ സ്ട്രിപ്പ് ടെസ്റ്റ്. സത്യജിത് റായിയുടെ പ്രശസ്തമായ കുറ്റാന്വേഷണ കഥാപാത്രമാണ് ഫെലൂദ അഥവാ പ്രദോഷ് ചന്ദ്ര മിത്തർ. ഈ കഥാപാത്രത്തിൽ നിന്നാണ് പരിശോധനയ്ക്ക് പേര് കണ്ടെത്തിയിട്ടുള്ളത്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളായി ഫിഫ തെരഞ്ഞെടുത്തത് പെലെ, മറഡോണ. ഇവരെ രണ്ടുപേരെയുമാണ് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളായി ഫിഫ തെരഞ്ഞെടുത്തത്. ഒക്ടോബർ 29 അന്തരിച്ച കേശുഭായ് പട്ടേൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ആഗോള മനുഷ്യാവകാശ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ. 1961 പീറ്റർ ബെനൻസൺ ലണ്ടൻ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സംഘടനയാണിത്. 1977 ആംനസ്റ്റിക്ക് നോബൽ സമാധാന സമ്മാനം ലഭിച്ചിരുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാദമി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? മംഗളൂരു, കർണാടക. കന്നുകാലികളെ കശാപ്പ് ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം? ശ്രീലങ്ക. ഏത് മുൻ രാഷ്ട്രപതിയുടെ ജന്മശതാബ്ദിയാണ് ഒക്ടോബർ 27-ന് ആഘോഷിച്ചത്? KR നാരായണൻ. അദ്ദേഹം മലയാളിയായ ആദ്യ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സവിശേഷതകൾക്ക് ഉടമയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ KR നാരായണനായിരുന്നു രാഷ്ട്രപതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ രാഷ്ട്രപതി കൂടിയാണ്. 2005 നവംബർ 9-നാണ് അദ്ദേഹം അന്തരിച്ചത്. രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണനിർവഹണമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? കേരളം. ബംഗളൂരു ആസ്ഥാനമായ പബ്ലിക് അഫയേഴ്സ് സെന്റർ പുറത്തിറക്കിയ 2020 പൊതുകാര്യ സൂചിക പ്രകാരമാണിത്. UP ആണ് സൂചികയിൽ ഏറ്റവും പിന്നിൽ. ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആചരിച്ച വിജിലൻസ് അവയർനെസ് വീക്കിന്റെ വിഷയം എന്തായിരുന്നു? വിജിലന്റ് ഇന്ത്യ, പ്രോസ്പെറസ് ഇന്ത്യ. വേവൽ റാം കലവാൻ ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? സേഷൽസ്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന സ്മാരകം എവിടെയാണ്? പ്രേം നസീറിന്റെ ജന്മനാടായ ചിറയിൻകീഴിലാണ് സംസ്ഥാന സർക്കാർ സ്മാരകം നിർമ്മിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ഈ വീഡിയോയുടെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ സേഫ്. ബൈ.